നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഏവർക്കും സ്വാഗതം. വാർത്തകളിലേക്ക് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരവെ അംഗം കൊഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക്. മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും. മാർച്ച് 5, 6 തീയതികളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇവിടെ നിർവഹിക്കുക. ഇതിനൊപ്പം എറണാകുളം ജില്ലയിൽ ഒരു പൊതുപരിപാടി കൂടി നടത്താം എന്ന തീരുമാനത്തിലാണ് നിലവിലായിരിക്കുന്നത്. NDA പ്രകടന പത്രികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. കൊച്ചി കേന്ദ്രീകരിച്ച് മധ്യ കേരളത്തിലെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ NDA തൃക്കാക്കരയിൽ പുതിയ ഓഫീസ് തുറന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ സമയം അന്തിമമായി തീരുമാനിക്കുക. സമ്മേളനത്തിനായി തൃപ്പൂണിത്തുറ അടക്കമുള്ള സ്ഥലങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ചിലപ്പോൾ സമ്മേളനം തൃശൂരിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് BJP നേതാക്കൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രി മതസാമുദായിക നേതാക്കളെ കാണും. രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച കണ്ണൂരിലെ പേരാവൂരിൽ കർഷകരുമായി സംവാദം നടത്തും. വയനാട്ടിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനത്തിനെത്തുന്ന രാഹുൽ ഗാന്ധി രാവിലെ 11-ന് പേരാവൂർ തുണ്ടിയിൽ പാരിഷ് ഹാളിൽ വെച്ചാണ് കർഷക നേതാക്കളുമായും കർഷക സംഘടന പ്രതിനിധികളുമായും സംവാദം നടത്തുകയെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം അനുഭവിക്കുന്ന പ്രദേശമാണ് പേരാവൂർ നിയോജക മണ്ഡലം. 2 വന്യജീവി സങ്കേതങ്ങളാണ് മണ്ഡലത്തിലുള്ളത്. 2020 കൂടി വന്നതോടെ മധ്യ കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നുള്ളത്. തൃക്കാക്കരയിൽ NDA ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് ഇപ്പോഴും സമരം ചെയ്യുന്നവരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ NDA നേതാക്കൾ സന്ദർശിച്ചു. ഇക്കാര്യങ്ങൾ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയെ തന്നെ മധ്യ കേരളത്തിൽ എത്തിച്ചുള്ള പ്രചരണ തന്ത്രങ്ങൾ BJP സജ്ജമാക്കുന്നത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശബരിമല വിഷയം സജീവമാക്കാനാണ് BJPയുടെ തീരുമാനം. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള മുൻ സത്യവാങ്മൂലം പിൻവലിച്ച് ആചാര സംരക്ഷണത്തിന് അനുകൂലമായി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ BJP അയ്യപ്പ ജ്യോതി തെളിക്കും. ഇതിനൊപ്പം ചെങ്ങന്നൂരിൽ അയ്യപ്പ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കും. വരും ദിവസങ്ങളിൽ 23,000-ൽ പരം ബൂത്തുകളിലും അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നതുൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ക്രൈസ്തവർക്ക് അതിന്യൂനപക്ഷ പദവി നൽകണമെന്ന ആവശ്യത്തെ അനുകൂലമായി പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ കിരൺ റിജിജു വ്യക്തമാക്കി. ഇത് പുതിയ ആവശ്യമല്ലെന്നും ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണെന്നും അതാണ് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും സഭാവൃത്തങ്ങൾ വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്, 2020 കൺവീനർ സാബു M ജേക്കബ് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നും ന്യൂനപക്ഷ സമൂഹത്തിനുള്ള പിന്തുണ അറിയിച്ചതായും കിരൺ റിജിജു കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ചു. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിനായി ഔദ്യോഗികമായി വത്തിക്കാനിലേക്ക് വീണ്ടും ക്ഷണം നൽകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അതേസമയം പ്രകൃതി ദുരന്തങ്ങളിൽ അടക്കം അർഹമായ കേന്ദ്ര സഹായം കിട്ടാത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുമങ്ങാട് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കവേ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ പേരെടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശനം അഴിച്ചുവിട്ടത്. പല ദുരന്തങ്ങൾ ഇക്കാലയളവിൽ കേരളം നേരിടേണ്ടി വന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട സഹായം നൽകാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദുരന്തമുണ്ടായിട്ടില്ലേ എന്നും പിണറായി ചോദിച്ചു. അന്ന് രാജ്യമൊന്നാകെ മറ്റു രാജ്യങ്ങളും സഹായിച്ചില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അന്ന് എല്ലാ സഹായങ്ങളും ഇരു കൈ നീട്ടി സ്വീകരിച്ച നരേന്ദ്രമോദി കേരളം ദുരന്തത്തിൽ അകപ്പെട്ടപ്പോൾ സഹായങ്ങൾ തടയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ലോക രാജ്യങ്ങളുടെ സഹായം തടഞ്ഞ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ടതുപോലും തന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളം തകരട്ടെ എന്ന ചിന്തയാണ്, കേരളത്തോട് വല്ലാത്തൊരു പകയാണ് കേന്ദ്ര സർക്കാരെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ചു. സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകിയപ്പോൾ കേരളത്തെ അവഗണിച്ചു. അതിന് കാരണം കേരളം BJPയും RSSനെയും സ്വീകരിക്കുന്നില്ല എന്നതാണ്. അതിന്റെ പകയാണ് കേരളത്തോട് കാണിക്കുന്നത്. കേരളത്തിലെ ശ്വാസം മുട്ടിക്കാൻ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാക്കി. അർഹതപ്പെട്ട പങ്ക് കേരളത്തിന് നൽകുന്നില്ല. കേരളത്തോട് പ്രത്യേക ചിറ്റമ്മ നയമാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നത് കടമെടുത്താണ്. അതിന് കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിച്ചു, തടസ്സം നിന്നു. അങ്ങനെ എല്ലാ തരത്തിലും
കേരളത്തോട് പകപോക്കലാണ് കാണിക്കുന്നത്. കേരളവും കേന്ദ്രവും പണം ചെലവഴിക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര വിഹിതം കൃത്യസമയത്ത് നൽകുന്നില്ല. കിഫ്ബിയുടെ പ്രവർത്തനം അതിലെടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ദേശീയപാത വികസനത്തിന് ബാധകമല്ല. ഒരു സംസ്ഥാനത്തോടും കാണിക്കാൻ പാടില്ലാത്ത കടുത്ത വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. BJPയും RSSും അതിന് നേതൃത്വം നൽകുന്നു. കോൺഗ്രസോ UDFോ അതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല. കേരളത്തിൽ നിന്നുള്ള MPമാർ പോലും ഈ വിവേചനത്തിനെതിരെ സംസാരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതേസമയം കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള ശുപാർശ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചന നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിലെ എയിംസിന്റെ തത്വത്തിൽ അംഗീകാരം ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് 2026-2027 സാമ്പത്തിക വർഷത്തെ PMSSYയിൽ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ധനമന്ത്രാലയം അവകാശപ്പെട്ടതെന്ന് വിവരാവകാശ മറുപടിയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ എയിംസ് സംബന്ധിച്ച് ഒരു ബജറ്റിലും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എയിംസ് അനുവദിക്കുന്നത് സംബന്ധിച്ച് BJP മറ്റു മുന്നണികളും തമ്മിൽ വാക്പോര് തുടരുമ്പോഴാണ് അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി പരിഗണിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരുങ്ങുന്നത്. PMSY പ്രകാരം രാജ്യത്ത് ഇതുവരെ 22 എയിംസുകളാണ് തുടങ്ങിയിരിക്കുന്നത്. എയിംസിന് അനുയോജ്യമായ 3 സ്ഥലങ്ങൾ നിർദ്ദേശിക്കാൻ 2014 ജൂണിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ, കാന്തലാട് സ്ഥിതി ചെയ്യുന്ന വില്ലേജുകളായി ഏക്കർ, കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര, അതിരമ്പുഴ ബ്ലോക്കുകളിലായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ കള്ളിക്കാട് വില്ലേജിൽ നെട്ടുകാൽ തേരി തുറന്ന ജയിലിന് സമീപത്തായും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നോർത്ത് വില്ലേജിലെ ഏക്കർ എന്നിവയാണ് യോജിച്ച സ്ഥലങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.